സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മോഹൻലാൽ മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് ആഘോഷത്തിൻ്റെ ദിവസമാണ്. ഒരുപാട് നാളത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങൾക്ക് ഒരേ സമയം പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തിയേറ്ററുകൾ പൂരപ്പറമ്പാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വെക്കേഷനായിട്ട് ഒരു സിനിമയ്ക്ക് പോയാലോ എന്ന് ആലോചിക്കുന്ന ഒരു ഫാമിലിക്ക് വലിയ ഒരു ആശയക്കുഴപ്പം തന്നെയായിരിക്കുന്നു. ലൂസിഫറിന് പോകണോ മധുരരാജയ്ക്ക് പോകണോ എന്ന്. ഒരുപക്ഷെ ഇത്തരത്തിൽ ചില കൺഫ്യൂഷൻസൊക്കെ മലയാള സിനിമാ പ്രേമികൾക്കിടയിൽ ഉണ്ടായിട്ട് കാലങ്ങളായി എന്ന് തന്നെ പറയാം. മറ്റൊരു കാര്യം, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളം ഓഡിയൻസ് മാസ് സിനിമകളെ ഇരുകയും നീട്ടി സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ലൂസിഫറും മധുരരാജയും ഒരേ സമയം കളം നിറയുമ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് ആരായിരിക്കും പുലിമുരുകനെ പൂട്ടുക എന്നാണ്. 160 കോടിയുടെ അടുത്ത് കളക്ട് ചെയ്ത മലയാളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റായ ചിത്രമായിരുന്നു പുലിമുരുകൻ. എന്താണെങ്കിലും ആദ്യം പുലിമുരുകൻ തകർക്കുന്നത് ലൂസിഫർ ആയിരിക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞു. കാരണം ആദ്യ 8 ദിനങ്ങൾ കൊണ്ട് തന്നെ 100 കോടി ക്ലബിൽ പ്രവേശിച്ച ചിത്രത്തിന് പുലിമുരുകൻ എത്തിപ്പിടിക്കാൻ അധികം സമയം വേണ്ടിവരില്ല. ആദ്യ ദിനം 9 കോടിയിലധികം കളക്ട് ചെയ്ത മധുരരാജയും മികച്ച കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ചിത്രവും 100 കോടി കടന്ന് കുതിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. റെക്കോർഡുകൾ തകർക്കപ്പെടാൻ ഉള്ളതാണ്. മലയാള സിനിമയും വളരട്ടെ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയൻ. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.